Hey, this is me, Casac Benjali. ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെയിൽസ് തന്നെയാണ്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങളൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ നെറ്റ്വർക്കർ ആണെങ്കിൽ, നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? സെയിൽസ് തന്നെയാണ്. പക്ഷേ മിക്ക സ്ഥാപനങ്ങളുടെയും സെയിൽസ് ടീമോ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സെയിൽസ്മാനോ തരക്കടില്ലാത്ത കച്ചവടക്കാരനൊക്കെ ആയിരിക്കും. പക്ഷേ അവരെപ്പോഴും വിട്ടുപോകുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം നമ്മളടുത്ത് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നു, പ്രൊഡക്റ്റ് പറഞ്ഞു, ഒരു ഷോപ്പ് നടത്തുകയാണ്. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു കസ്റ്റമർ വന്നു, നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്ത് കൊടുത്തു, ആ പ്രൊഡക്റ്റ് അയാൾ വാങ്ങിപ്പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ അടുത്തേക്ക് പോകുന്നു, അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു, പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നു, വിൽക്കുന്നു, കസ്റ്റമർ ഹാപ്പി ആവുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് പലപ്പോഴും നടക്കുന്നൊരു കാര്യം. എന്നാൽ നമ്മൾ പല സെയിൽസ്മാൻമാരും ഇഗ്നോർ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട സെയിൽസ് ഏരിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് നെക്സ്റ്റ് സെയിൽസ്. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറയുന്നൊരു സാധനം. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മളൊരു കസ്റ്റമറുടെ മുന്നിൽ ഇരിക്കുകയാണ്, നമ്മൾ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളുടെ വാക്കുകളിലൂടെ അയാൾ കൺവിൻസ്ഡായി അയാൾ ബൈയിങ് ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അയാൾ ബൈയിങ് ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ചെക്ക് എഴുതുകയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. ആ പോകുന്ന സമയത്ത് അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബൈയിങ് മോഡ് ഓണായിട്ട് നിൽക്കുന്ന സമയം, ഡിസിഷൻ മേക്കിങ്ങിൽ ബൈയിങ് മോഡ് ഓണായിട്ട് നിൽക്കുന്ന സമയം. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, ബൈയിങ് മോഡ് ഓണായി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളുടെ കൺമുമ്പിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇതിനോട് സിമിലറായി വരികയും അട്രാക്റ്റീവായ ഒരു ഓഫർ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വാങ്ങിച്ചു പോകും. ഇപ്പോൾ നിങ്ങൾ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബൈയിങ്ങിലേക്ക് കാർട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പീപ്പിൾ ഓൾസോ ബൈ ദിസ് എന്ന് പറഞ്ഞ് 2-3 ചേർത്തിട്ട് നോർമലി ഇതിന് ഇത്ര പ്രൈസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 20% ഡിസ്കൗണ്ടോ 30% 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാർട്ടൊക്കെ കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പേയ്മെൻറ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ വീണ്ടും ഈ ലിങ്ക് വരും. കാരണം എന്താ? ഇയാൾ ഈ ഒരു ത്രൂ ഔട്ട് ജേണിയിൽ അവിടെ ബൈ മോഡ് ഓണാണ്. ഈ സമയത്തേക്കാളും നല്ലൊരു സമയം പിന്നെ അയാൾ കച്ചവടം നടത്താൻ കിട്ടൂല. പിന്നെ അയാൾ വാങ്ങിപ്പിക്കാൻ പറ്റുന്ന ഇതിനേക്കാളും നല്ലൊരു സമയവും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഇതാണ് ഏറ്റവും മികച്ച സമയം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് സെയിൽസ്. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്ത് വാങ്ങാൻ പോവുകയാണെങ്കിൽ അയാളോട് പറയാം, സർ ഇത് വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് ഒരു കസ്റ്റമർക്ക് വിൽക്കുന്നത് അതുമായി സിമിലറായി നിൽക്കുന്ന, അതിൻ്റെ ബിഹേവിയറൽ പാറ്റേണിൽ സിമിലറായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ അപ്പോൾ വിൽക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ വിൽക്കുകയാണ്, മൊബൈൽ ഫോണാണ് അയാൾ വാങ്ങാൻ വന്നിരിക്കുന്നത്, മൊബൈൽ ഫോണുമായി റിലേറ്റ് ചെയ്ത ബാക്ക് കവർ വാങ്ങിക്കാം, സ്ക്രീൻ പ്രൊട്ടക്ടർ വാങ്ങിക്കാം, ഹെഡ്സെറ്റ് വിൽക്കാം, നിങ്ങൾക്ക് ഇയർഫോൺ വിൽക്കാം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അത് ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡ് വിൽക്കാം, അതിൻ്റെ ബാക്കിയുള്ള ചാർജർ വിൽക്കാം, ഇങ്ങനെ പല സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിൽക്കാം. കാരണം അയാൾ അതിലാണ് അവിടെ മെൻ്റലി പ്രിപ്പയർ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സർ ഇത് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ സാർ ഇതും കൂടെ അങ്ങ് എടുക്കുവാണെങ്കിൽ ഈ ഒറ്റ സാധനം കൊണ്ട് അല്ലെങ്കിൽ അതുമായി സിമിലറായി നിൽക്കുന്ന അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ്, സാർ ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് സാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞ് 2000 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ സാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 750 രൂപയ്ക്ക് കിട്ടും, ഏകദേശം 45 അല്ലെങ്കിൽ 65% സാറിന് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഒരു സെയിൽസിൽ നെക്സ്റ്റ് സെയിലും കൂടെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്സ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സെല്ലിംഗ് ആണ് ക്രോസ് സെല്ലിംഗ്. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വന്ന കസ്റ്റമറെ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടതല്ല, അതുമായി സിമിലറായി നിൽക്കുന്നതോ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള വേറെ പ്രോഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലൂടൂത്ത് ഡിവൈസ് വാങ്ങിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാറിൽ ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാൻഡ് വാങ്ങിപ്പിക്കുന്നത്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റിനോട് ആ പ്രോഡക്റ്റിൻ്റെ സെഗ്മെൻറ്റിൽ സിമിലറായി നിൽക്കുന്ന എന്നാൽ വ്യത്യസ്തവുമായിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുകയും അത് കസ്റ്റമർ കൊണ്ട് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് ഒരു കസ്റ്റമർ ഏതൊക്കെ പ്രോഡക്റ്റ് എടുക്കാൻ വരും, ഓരോ പ്രോഡക്റ്റ് എടുക്കാൻ വരുമ്പോഴും ഏതൊക്കെയാണ് നിങ്ങൾ ക്രോസ് സെല്ലിങ്ങിനും അപ്പ് സെല്ലിങ്ങിനും അതുപോലെ തന്നെ ഇടേണ്ടത് അല്ലെങ്കിൽ നെക്സ്റ്റ് സെയിൽസിന് ഇടേണ്ടത് എന്നുള്ള കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയും അത് നിങ്ങളുടെ ടീമിനെ പരിശീലിപ്പിക്കുകയാണ്. അടുത്തതാണ് അപ്സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അയാളൊരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നു. അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിലായി ഇയാൾക്ക് ഒരു 15,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ആക്ച്വലി അതിനുള്ളൊരു നീഡും ഉണ്ട്.
എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പ്രോഡക്റ്റൊക്കെ കാണിച്ചു കൊടുത്ത് ആൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയാളോട് പറയുന്നത് സാറിൻ്റെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് സാറിന് കുറച്ചും കൂടെ നല്ലത് ഈ 15,000 പ്രോഡക്റ്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് 15,000 പ്രോഡക്റ്റ് സാറിന് ആവശ്യമായി വരിക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, പുള്ളി കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ തന്നെ അപ്ഡേറ്റഡ്, അതിനേക്കാളും വില കൂടിയ വേർഷൻ വിൽക്കുന്നതിനെയാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ 3 സെയിൽസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങളെ ടീമിനെ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട വളരെ വലിയ കാര്യങ്ങൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് സെയിൽസ് തന്നെയാണ്. അപ്പോൾ സെയിൽസിനെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ ടീമിൻ്റെ സെയിൽസ് മോശമാണ്, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങളുടെ സെയിൽസ് ടീമിനെ സൂപ്പർ സെയിൽസ്മാൻമാരാക്കിയിട്ട് ഞങ്ങളങ്ങ് തരും. ഞങ്ങൾക്ക് 3 മാസം മുതൽ 6 മാസം വരെ, 1 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സെയിൽസ് ബൂസ്റ്റർ എന്ന് പറയുന്ന ട്രെയിനിങ്ങിൻ്റെയും കോച്ചിങ്ങിൻ്റെയും സീരീസ് ഉണ്ട്. ഇതിലൂടെ നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി, സെയിൽസ് സിസ്റ്റത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി, മികച്ച ട്രെയിനിങ് ആൻഡ് കോച്ചിങ് പ്രോഗ്രാമിലൂടെ സൂപ്പർ സെയിൽസ്മാൻമാരാക്കിയിട്ട് മാറ്റുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് ബൂസ്റ്റർ സീരീസ് ബെഞ്ചാലി അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ സർവീസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ സെയിൽസ് ടീം ലീഡേഴ്സിന് എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യേണ്ടത് തുടങ്ങിയ വർക്ക്ഷോപ്പുകളും മാനേജ്മെൻറ്റ് ലെവലിലെ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നത്. പിന്നെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള, സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് എന്ന് പറയുന്നത് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ബിസിനസ് ട്രെയിനിങ് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ബിസിനസ്സുകാരുടെയും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തമായ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ബിസിനസ് പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുള്ള അവസരമാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്. ഇതിൽ ഏതെങ്കിലും സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഞങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള സപ്പോർട്ടുകളെല്ലാം തരുന്നതായിരിക്കും. താങ്ക് യു. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി.